ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഉണ്ടാകും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആർക്കേഞ്ചൽ മൈക്കിളിന് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം നിങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ചിന്ത വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ ആ ഒരു നെഗറ്റീവ് ചിന്തയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് പോസിറ്റീവ് ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നത് ആർക്കേഞ്ചൽ മൈക്കിളാണ്. ചില സമയം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ട് ഗിൽറ്റിലോട്ട് പോകുന്നു. കാരണം ദൈവമേ, ഞാൻ മനഃപൂർവ്വമായിട്ടല്ലേ ഈ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരുന്നത്, അത് തനിയെ ഇങ്ങനെ വരുന്നതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അദ്ദേഹം നിങ്ങളുടെ ഈ ഒരു OCD പ്രോബ്ലം, അതായത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങളെ ഉറപ്പായിട്ടും എപ്പോഴും പുറത്തു കൊണ്ടുവരുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ചുറ്റിലുമുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നതും നമ്മുടെ മൈക്കിളാണ്. ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു മുക്തി തരികയും ചെയ്യുന്നുണ്ട് ആർക്കേഞ്ചൽ മൈക്കിൾ. അതായത് നെഗറ്റീവ് തോട്ട്സ് വരുന്നത് ഇനി ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. കാരണം ആർക്കേഞ്ചൽ മൈക്കിൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയോ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോ നെഗറ്റീവായിട്ടുള്ള സാഹചര്യമോ ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ്. അതായത് നെഗറ്റിവിറ്റിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള വഴി എങ്ങനെ ക്ലോസ് ചെയ്യാം, അതാണ് നമ്മുടെ ആർക്കേഞ്ചൽ മൈക്കിൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ആർക്കേഞ്ചൽ മൈക്കിളിന് ഒരു നന്ദി പറയാൻ പറഞ്ഞത്. കാരണം അത്രമാത്രം നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ആർക്കേഞ്ചൽ മൈക്കിൾ. നിങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. ഇവിടെ എല്ലാ രീതിയിലും ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു ഏഞ്ചലിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയം നിങ്ങൾക്ക് ലൈഫിൽ ഒരു വഴി ഉണ്ടാകും. ഒരു തോട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ പർപ്പസ് എന്താണോ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നതാണ്. ഒരു തോട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു ആകർഷണം തോന്നും. അങ്ങനെ തോട്ട്സ്, രണ്ട് വഴി നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതലായിട്ടൊരു ആകർഷണം തോന്നുന്നുണ്ടായിരിക്കും. കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, അതൊക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടാവും. അല്ല എങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണോ അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഓരോ ആൾക്കാരും ഈ ഭൂമിയിൽ വന്നത് എന്തെങ്കിലും ഒരു പർപ്പസായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ പർപ്പസ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കണം, അതിന് ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിത ഉദ്ദേശം എന്താണോ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള ഒരു ത്വര നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ യാത്ര മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്, നോർമൽ അല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ലൈഫിലും നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ലൈഫിലും ഒരു ബാലൻസ് കൊണ്ടുവരുവാനാണ്. രണ്ടും കൂടെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻബാലൻസ് ആയിട്ടുള്ള സ്ഥിതി പലപ്പോഴും ഫേസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ട് ഒന്നുകിൽ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം വരും, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ പ്രോബ്ലം വരും, ഇല്ല എങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലം വരും. അങ്ങനെ എപ്പോഴും ഏതെങ്കിലും ഒന്ന് ഇൻബാലൻസ് ആവുന്ന അവസ്ഥ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് രണ്ടും നല്ല ബാലൻസായി പോകണമെന്നാണ്. കാരണം നിങ്ങൾ ഫിറ്റാണെന്നുള്ള തോന്നൽ ഉണ്ടാകുന്നില്ല, ഇംബാലൻസ് ആണ് നിങ്ങൾ എന്നുള്ള തോന്നലാണ് നിങ്ങൾക്കുണ്ടാവുന്നത്. ചില സമയം നിങ്ങൾക്ക് കൂടുതലായിട്ട് താല്പര്യം നമ്മുടെ സ്പിരിച്വാലിറ്റിയിലോട്ടായിരിക്കാം, ചില സമയം ചിലപ്പോൾ കൂടുതൽ താല്പര്യം പേഴ്സണൽ ലൈഫിലോട്ടായിരിക്കാം. അങ്ങനെ രണ്ടിലും മാറിയും തിരിഞ്ഞും നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ ഒരു കാര്യം റിലേറ്റഡായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും നല്ല കാര്യം, നിങ്ങളുടെ കർത്തവ്യങ്ങൾ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്, അതിന് നിങ്ങൾ ഒരു വിലമ്പവും വരുത്തുന്നില്ല. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പർപ്പസിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്.
നിങ്ങളുടെ ജീവിത ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്ക് നിങ്ങൾ പോവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു കഴിവുണ്ട്. ചില ആൾക്കാർക്ക് എഴുതാനുള്ള കഴിവാണെങ്കിൽ ചില ആൾക്കാർക്ക് ശബ്ദം കൊണ്ട് എന്തോ ഒരു കഴിവുണ്ട്. എന്തോ ഒരു പ്രതിഭ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഒരു പ്രതിഭ നിങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നിങ്ങൾ അതിൽ സക്സസ് കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം ഞാൻ ഇതിന് മുന്നേയുള്ള റീഡിങ്ങിലൊക്കെ പറഞ്ഞു, നിങ്ങൾ സ്വയം നിങ്ങളുടെ നോവൽ എഴുതും. നിങ്ങൾ പല കഥകൾ എഴുതുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവുള്ളവരായിരിക്കാം, ശബ്ദം നല്ല പാട്ട് പാടുന്ന ആളായിരിക്കാം, അല്ല എങ്കിൽ നല്ല രീതിയിൽ ശബ്ദമുള്ളവരാണ് എങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ആ ഒരു ശബ്ദം കൊണ്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന എന്തായാലും എന്തോ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ആ ഒരു കഴിവ് നിങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചറിയുക തന്നെ ചെയ്യും. ഈ ഒരു കഴിവ് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ലേഖനമൊക്കെ എഴുതുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ലേഖനം വായിച്ചിട്ട് മറ്റുള്ളവർക്ക് ഹീലിംഗ് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ ആ ഒരു ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ മോട്ടീവ് ആകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല? അതേപോലെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മകഥ എഴുതാൻ തുടങ്ങും. ഇവിടെ ഇന്ന് ഈ ഒരു മെസ്സേജ് വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എഴുതുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കഴിവ് അത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരുവാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റുവാൻ സാധിക്കുന്ന ഒരു കഴിവാണത്. ഇവിടെ നിങ്ങൾക്ക് നെയിം ഫെയിം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കഴിവ് നിങ്ങൾ പുറത്ത് കൊണ്ടുവരും. ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറമുള്ള പേരും പ്രശസ്തിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബുക്ക് എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അത് പബ്ലിഷ് ചെയ്യൂ. അതിനുള്ള സമയമായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു വ്യക്തി എഴുതി വച്ചിട്ടുണ്ട് ബുക്ക്. അവർ വേറെ ആരോടും പറഞ്ഞിട്ടില്ല, അവർക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ ഞാൻ പറയുന്നത് അത് നിങ്ങൾ ഉറപ്പായിട്ടും പബ്ലിഷ് ചെയ്യുക. ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു കാര്യം ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം നെയിം ഫെയിം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ബുക്ക് ഉറപ്പായിട്ടും നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വിഷുണ്ട്, 333യുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വിഷ് എന്താണോ 3 പ്രാവശ്യം ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുക. കാരണം 333യുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഏതോ ഒരു ദിവ്യശക്തിയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി എപ്പോഴാണോ നിങ്ങളുടെ വിഷ് പൂർണ്ണമാകുന്നത് അപ്പോൾ ഈ ഒരു പേപ്പറിനെ കത്തിച്ച് കളയുക. ഇതേപോലെയുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും വീഡിയോയിൽ, ഇന്നലത്തെ വീഡിയോയിലും എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ മിററിൻ്റെ മുന്നിൽ നിന്ന് അഫർമേഷൻ പറയുന്നത് 3 പ്രാവശ്യം നിങ്ങൾ അഫർമേഷൻസ് പറയുക. നിങ്ങളുടെ വിഷ് എന്താണോ, ഇല്ല എങ്കിൽ വെള്ളത്തിനോട് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് വെള്ളത്തിനോട് നിങ്ങളുടെ അഫർമേഷൻ എന്താണോ പറഞ്ഞിട്ട് അത് കുടിക്കുക. അങ്ങനെയും ചെയ്യാം. നിങ്ങൾ എപ്പോഴാണോ മിററിൻ്റെ മുന്നിൽ നിന്ന് ഒരു അഫർമേഷൻ പറയുന്നത്, അതായത് എൻ്റെ ഈ ഒരു കാര്യം നടത്തി തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതങ്ങ് മറന്നു കളയണം. അല്ലാതെ അത് ഓർമ്മിച്ചുകൊണ്ടിരിക്കരുത്. പിറ്റേ ദിവസം അതേപോലെ നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു വിഷ് പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു മിറർ അഫർമേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർക്കൗട്ട് ആകും. അതും ചെയ്ത് നോക്കുക നിങ്ങൾ. ഇവിടെ ഫസ്റ്റ് ഞാൻ പറയുന്നത് മിറർ അഫർമേഷനാണ്. രണ്ടാമത് ഞാൻ പറയുന്നത് വാട്ടർ അഫർമേഷൻ. മൂന്നാമത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. കാരണം മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് ഇല്ലാത്തപ്പോൾ മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം മിക്കവാറും ആൾക്കാർക്കും ഇമാജിനേഷൻ ചെയ്യുമ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴും നെഗറ്റീവ് തോട്ട്സ് കയറി വരും. അപ്പോൾ നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇമാജിനേഷനോ സക്സസ് ആവത്തില്ല. അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ഇല്ലാത്ത സമയത്ത് മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നുന്നത്. അതായത് ഞാൻ ഫിറ്റല്ല, ഈ ലോകത്തിലുള്ള ആൾക്കാരെ പോലെയല്ല ഞാൻ, എൻ്റെ ആരും മനസ്സിലാക്കുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്നത് ഇത് നെഗറ്റീവായിട്ടൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിലെ വാക്കുകൾ നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ആ ഒരു ഹൃദയത്തിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ ഒരു മനസ്സ് വായിക്കാൻ സാധിക്കുന്നത്. ഫേസ് റീഡിങ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവരായിരിക്കാം. നിങ്ങളുടെ സെയിം ഊർജ്ജയിലുള്ള ഒരു ലൈഫ് പാർട്ട്ണറായിരിക്കാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് നിങ്ങളുടെ എനർജി എന്താണോ അതേപോലത്തെ സെയിം എനർജിയുള്ള ആളായിരിക്കാം നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾ. ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ മാരേജ് ആയിട്ടുള്ള ആളല്ല, കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളെങ്കിൽ
മാരേജോട് കൂടിയുള്ള കമ്മിറ്റ്മെൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മാരേജ് നടക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷം റിലേറ്റഡ് ആയിട്ട് ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ സമയം നോക്കുമ്പോൾ കുറച്ച് ടെൻഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. ഇവിടെ ഹാപ്പിനെസ് സ്വയം നിങ്ങളെ തേടി വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സന്തോഷത്തെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ കുറച്ച് മടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള തോട്ട്സാണ് വരുന്നത്. ദൈവം എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയാണ് മാറ്റിയിരിക്കുന്നത്, പക്ഷേ എനിക്ക് ആ ഒരു സന്തോഷത്തെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള തോട്ട്സ്. കാരണം സന്തോഷം നിങ്ങളെ തേടി വരുമ്പോൾ നിങ്ങൾക്ക് അതും അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത് എന്ത് സന്തോഷമായിക്കൊള്ളട്ടെ, ഇനി നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്കായിരിക്കത്തില്ല ആ ഒരു സന്തോഷം ലഭിക്കുന്നത്, പെർമനൻ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. കാരണം നിങ്ങൾ സന്തോഷത്തെ കണ്ട് പേടിച്ച് ഓടിപ്പോവുകയാണ്, പക്ഷേ സന്തോഷം നിങ്ങളുടെ പിറകെ വരികയാണ്. നിങ്ങൾക്ക് തോന്നും ഈ ഒരു സന്തോഷം കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യം ഞാൻ കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വരുമോ എന്നാണ്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. ഇവിടെ ആ ഒരു സന്തോഷം ലൈഫ് ടൈം ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് സന്തോഷം വന്നാലും അത് നേരിട്ടായിരിക്കും വരുന്നത്. അതായത് ആ സമയം നിങ്ങൾക്ക് സന്തോഷവും ലഭിക്കും, നിങ്ങളുടെ കർത്തവ്യം എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. അതായത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ് ആണ് നിങ്ങളെ നെഗറ്റീവ് തോട്ട്സിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യുന്നത് നിർത്തുക നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആരാണോ ഒരു കളി സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു കളി അവസാനിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ദൈവം നിങ്ങളുടെ ആ ഒരു വിജയത്തെ നേരത്തെ തന്നെ എഴുതി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മേജർ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് നെഗറ്റിവിറ്റി സെൻഡ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആർക്കേഞ്ചൽ മൈക്കിൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തത്. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ എവിടെ നിന്നാണോ ആ ഒരു നെഗറ്റിവിറ്റി വരുന്നത്, ആ ഒരു നെഗറ്റിവിറ്റി വരുന്ന ആ ഒരു വഴിയെ തന്നെ അടയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും എൻട്രി ആവത്തില്ല. അത് നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ആൾക്കാർ. അതായത് നിങ്ങളുടെ ആ ഒരു തോട്ട്സിലൂടെ ഒരു നെഗറ്റിവിറ്റിയും നിങ്ങളുടെ ലൈഫിൽ വരരുത് എന്നാണ് ആർക്കേഞ്ചൽ മൈക്കിൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ ആരും അങ്ങനെ പ്രാർത്ഥനയും ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ലൈഫിൽ നിന്ന് എല്ലാ നെഗറ്റിവിറ്റിയെയും മാറ്റി തരണം ദൈവമേ എന്ന് പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ലൈഫിൽ ഈ ഒരു നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരേ പാറ്റേൺ തന്നെ അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത്, എനിക്ക് ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകണമെന്ന്. ഇവിടെ ഈ ഒരു വ്യക്തി ഇങ്ങനത്തെ വ്യക്തിയാണ്. അതായത് കുറേ വർഷം മുന്നേ ഇവർ നിങ്ങൾക്ക് നേരെ നെഗറ്റിവിറ്റി സെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്യക്തിക്കാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ നേരെ ബ്ലാക്ക് മാജിക് ചെയ്യാൻ ഒരു കാരണമുണ്ട്, എന്തോ പഴയ ഒരു കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാരണം മനസ്സിലാകുകയും അതനുസരിച്ച് നിങ്ങൾ എന്തോ ഒരു ഉപായം ചെയ്യുകയും ആ ഒരു ഉപായം സക്സസ് ആവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കൂടുതലായിട്ടും സ്പിരിച്വൽ അറ്റാച്ച്മെൻറ്റ് കൃഷ്ണ ഭഗവാനോട് കൂടുതലായിട്ട് തോന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നാരായണ ഭഗവാൻ, അതായത് വിഷ്ണു ഭഗവാനോട് തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു. അമ്മ ഭദ്രകാളിയുടെ നേർക്കും നിങ്ങൾക്ക് ഒരു ആകർഷണം, ഒരു പ്രത്യേകമായിട്ടൊരു പ്രഭാവം ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് ഇതിന് മുന്നത്തെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. കാരണം ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു പ്രതീകമാണ് ഭദ്രകാളി അമ്മ. നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ, അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് തന്നെ അമ്മയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭദ്രകാളി അമ്മയോട് ഭയങ്കരമായിട്ടൊരു ആകർഷണം ഉള്ളതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും മാത്രം ശക്തി, ഒരു ട്രാൻസ്ഫർമേഷനിൽ നിന്ന് പുറത്തു വരാനുള്ള ശക്തി തരുന്നത് ഭദ്രകാളി അമ്മയാണ് നിങ്ങൾക്ക്. ഭഗവാൻ ശ്രീകൃഷ്ണനോട് കൂടുതലായിട്ട് ഒരു ആരാധന തോന്നാൻ കാരണം ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ആ ഒരു ശക്തി, കൂടാതെ ബുദ്ധിയുടെ ആ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നു. എവിടെയാണോ ഇമോഷണൽ ആവേണ്ട അവിടെ ഇമോഷണൽ ആവുക, എവിടെയാണോ പ്രാക്ടിക്കൽ ആവേണ്ട അവിടെ പ്രാക്ടിക്കൽ ആവുക, ഈ ഒരു കഴിവും ഭഗവാന്റെ ആ ഒരു ഭക്തർക്ക് കിട്ടുന്നുണ്ട്. അതായത് അങ്ങനെയുള്ള ഒരു ബുദ്ധി നിങ്ങൾക്ക് വരുന്നത് കാരണം ആരുടെയും ചതിയിൽ നിങ്ങൾ വീണു പോകത്തില്ല പെട്ടെന്ന്. ഇനി ഒരിക്കലും ഒരു ധർമ്മസങ്കടമാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരാൻ പാടില്ല. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു പക്ഷേ അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരാമെന്ന് അദ്ദേഹം നിങ്ങൾക്ക് കാണിച്ചു തരും.
ഇവിടെ ഏത് വ്യക്തിയാണോ വളരെ അഹങ്കാരത്തോടു കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ ഗെയിമുകൾ പ്ലാൻ ചെയ്ത് ആ വ്യക്തിയുടെ അഹങ്കാരം തകർന്ന് പോവുകയാണ്. കാരണം അവരുടെ ആ ഒരു ഗെയിമെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന വലിയ ഒരു ന്യായമാണ് ഭഗവാന്റെ ഭാഗത്തു നിന്നുള്ള. ഞാൻ ഓരോ മെസ്സേജ് ഇവിടെ വായിക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഈ ഒരു മെസ്സേജ് എനിക്ക് വേണ്ടിയുള്ളതാണെന്ന്? സത്യം, അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്, ഭദ്രകാളി അമ്മയുടെ സപ്പോർട്ടുണ്ട്, പിന്നെ നിങ്ങൾ ആരെയാണോ ഇഷ്ടദൈവമായിട്ട് കരുതുന്നത് അവരുടെ എല്ലാം സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഊർജ്ജം ഉള്ളതായിട്ട് ഫീൽ ആകുന്നുണ്ടെങ്കിൽ അത് ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ ഊർജ്ജമാണ്. എന്തോ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങൾ സ്വയം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്തോ ഒന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഈ ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും ഒരു അവസരം നിങ്ങളുടെ അടുത്തേക്ക് വരികയും അതിനെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടിരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ അന്തരാത്മാവിനെ നിങ്ങളോട് പറയും, അതായത് ഏത് കാര്യത്തിലോട്ടാണ് നിങ്ങൾ കൂടുതലായിട്ട് ആകർഷണം വയ്ക്കേണ്ടത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ആകർഷണം വയ്ക്കൂ എന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയും. അതെനിക്ക് ഈ ഒരു കാര്യം പഠിക്കണം, ഈ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി അറിവ് സമ്പാദിക്കണം എനിക്ക്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ തോന്നും. നിങ്ങൾ എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അവസരം വരാൻ പോകുന്ന ദിവസം നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾ എന്തറിവാണോ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സഹായിക്കും. അതായത് വളരെ സഡനായിട്ടായിരിക്കും നിങ്ങളുടെ തോട്ട്സ് ഇങ്ങനെ വരുന്നത്, എനിക്കിത് പഠിക്കണം എന്നുള്ള. അപ്പോൾ നിങ്ങളത് പഠിക്കും, അതനുസരിച്ച് അവസരം നിങ്ങൾക്ക് വരും, അതിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടും. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടി എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങളുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പോടു കൂടി പഠിക്കാൻ ഉള്ള എന്തെങ്കിലും തയ്യാറെടുപ്പാണെങ്കിലോ അതിനുള്ള ഓഫർ നിങ്ങൾക്ക് വരുന്നതായിട്ട്, നിങ്ങളുടെ മക്കൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം നേരിടുമെങ്കിലോ നിങ്ങളുടെ മക്കൾക്ക് കരിയർ ഇല്ലാത്തത് കാരണം നിങ്ങൾ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിലോ അതിലൊരു ചേഞ്ചസ് വരുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം കുട്ടികളുടെ ആ ഒരു കഠിനാധ്വാനം അത് നല്ലതായിട്ട് മാറുന്നതായിട്ടും, കുട്ടികൾ കാരണം നിങ്ങൾക്ക് നല്ലൊരു സമൂഹത്തിലൊരു ബഹുമാനം ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളാണ് കരിയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം നല്ലതായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു ബഹുമാനം സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ആരോഗ്യ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ട്, ലിവർ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അടിക്കുന്നു ഇങ്ങനെ. കാരണം നിങ്ങൾ ഭയങ്കര പൊസസീവാണ് നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട്. കാരണം അവരുടെ ചെറിയ ചെറിയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം പോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല, അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇല്ല എങ്കിൽ വീണ്ടും വീണ്ടും പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ കുടുംബത്തിലുള്ളവർക്കൊന്നും സംഭവിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അവരുടെ രക്ഷ ചെയ്യണം ദൈവമേ, അവർക്കൊന്നും സംഭവിക്കരുതേ എന്ന് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഒരു രക്ഷ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേടിയുണ്ട്. കാരണം ആൾക്കാർ, നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർ തന്ത്രമന്ത്രം, ബ്ലാക്ക് മാജിക് ഇതൊക്കെ ചെയ്യുന്നു. അത് കാരണം എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കും, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്നൊക്കെ പേടി നിങ്ങൾക്കുണ്ട്. ഇത് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. ഈശ്വരൻ രക്ഷ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എന്ത് ഹെൽത്ത് ഇഷ്യൂ ആയിക്കൊള്ളട്ടെ അതിലെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഇവിടെ ഗൈഡൻസ് ആയിട്ട് മെയിനായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് പറയുകയാണ്, എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കണമെന്ന് എങ്കിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു കാര്യം പഠിക്കണം. കാരണം അതിലാണ് നിങ്ങളുടെ ആ ഒരു ജീവിതം തന്നെ മാറുന്ന ചേഞ്ചസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, എന്തോ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ദൈവത്തിൻ്റേതായിട്ട് ഉണ്ട്. നിങ്ങൾ അങ്ങനൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം ഒരിക്കൽ കണ്ടാൽ മതി, നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കും, അങ്ങനൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങളുടെ ബുദ്ധി അങ്ങനത്തെ ബുദ്ധിയാണ്. ഒരു കാര്യം ഒരിക്കൽ കണ്ടാൽ മതി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. കാരണം അത്രമാത്രം ഷാർപ്പായിട്ടുള്ള ബുദ്ധിയാണ് നിങ്ങളുടേത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും അറിവുണ്ട് എങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ പഠിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കും ആ ഒരു അറിവ്. അങ്ങനൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ കേൾക്കാനുള്ള കഴിവുണ്ട്, ആ കേട്ട കാര്യം നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള കഴിവുമുണ്ട്. ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് പോലും എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതുപോലും നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കും.
നിങ്ങൾക്ക് അറിവ് എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്നുള്ള ആ ഒരു ഭാവമുണ്ട്. ചില ആൾക്കാർക്ക് അത് ഉണ്ടാവത്തില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ടത്. ഇനി നിങ്ങൾ ഈ ഒരു അറിവ് ഉറപ്പായിട്ടും വിനിയോഗിക്കുക. കാരണം അങ്ങനെയുള്ള അവസരങ്ങളായിരിക്കും വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു കഴിവ് എന്താണോ അത് വിനിയോഗിക്കുക നിങ്ങൾ. ഇനി നിങ്ങൾ ഒരു പേടിയും വയ്ക്കേണ്ട. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മോശം സംഭവിക്കുമെന്ന് പേടി ഒന്നും വയ്ക്കേണ്ട. കാരണം ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇത് നിങ്ങളുടെ പല പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾ നല്ല രീതിയിലൊരു യാത്ര ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നല്ല എൻജോയ് ആയിട്ട് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ സ്വയം നിങ്ങളുടെ ആ ഒരു കമ്പനിയിൽ തന്നെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എപ്പോഴും ഒറ്റയ്ക്കിരിക്കുക, എലോണായിട്ട് തന്നെ ഇരിക്കുക, അങ്ങനൊരു ഭാവം ഇനി വരാൻ പോകുന്ന ദിവസം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അതായത് ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ഒരിക്കലും തോന്നത്തില്ല, ടെൻഷൻ ഉണ്ടാവത്തില്ല, ഓവർ തിങ്കിങ് നിങ്ങൾ ഉണ്ടാവത്തില്ല. ഉറക്കം നല്ല രീതിയിൽ വരും ഇനി അങ്ങോട്ട്. ഹാർട്ടിൽ എന്തെങ്കിലും രീതിയിൽ ചെറിയ പെയിന് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു പെയിന് പൂർണ്ണമായിട്ടും മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള മനുഷ്യർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് ബഹുമാനിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇനി അങ്ങോട്ട്. മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഒട്ടും തന്നെ മറ്റുള്ളവരിലും ലഭിക്കാത്ത കാര്യമാണ്. പെട്ടെന്ന് ഇനി അത് സഡനായിട്ട് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആശ്ചര്യം തോന്നും. നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങളെ ബഹുമാനിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് മഹത്വം കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവരും നിങ്ങൾക്ക് മഹത്വം തരുന്നത്. ഇവിടെ ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മറ്റുള്ളവർ എന്തുമാത്രം റെസ്പെക്റ്റാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന്. ഇവിടെ ട്രാവലിൻ്റെ ആ ഒരു സംയോഗം നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ ഒരു ആകർഷണം നിങ്ങൾക്ക് നേരെ നല്ല രീതിയിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങളൊന്ന് നോക്കൂ. പെട്ടെന്ന് ആൾക്കാർ നിങ്ങളുടെ ആ ഒരു മുഖത്ത് കണ്ണുകൾ വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എവിടെ പോയാലും ആൾക്കാർ നിങ്ങളെ നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് എന്തോ ഒരു ആകർഷണ ശക്തി നിങ്ങൾക്ക് ഉണ്ടാകും. ഇനി നിങ്ങൾ ആൾക്കാർ നോട്ടീസ് ചെയ്യുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സൂര്യൻ്റെ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രകാശം തരുന്ന ആളാണ്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ മുഖത്തും ഒരു പ്രകാശം, ഒരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ നിങ്ങളുടെ മുഖത്ത് നോക്കും, നോട്ടീസ് ചെയ്യും നിങ്ങളെ. നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴും ഒത്തിരി ആൾക്കാർക്ക് നിങ്ങളോടൊരു ആകർഷണം തോന്നുകയും അവർ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കൂ. ഇനി എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴൊക്കെ നിങ്ങളിത് നോട്ടീസ് ചെയ്യണം കേട്ടോ. അതായത് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കും, ഇല്ലെങ്കിൽ അറിഞ്ഞൂടാത്ത ആൾക്കാർ പെട്ടെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അതിശയമായിട്ട് തോന്നും. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് അവർ വളരെ സന്തോഷമായിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ദൈവമേ, എൻ്റെ സമയം വന്നു കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയും. നിങ്ങൾ കൂടെയുള്ളവരുടെ കൂടെ സെലിബ്രേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ല കാര്യം നടക്കുന്നത് കാരണം മറ്റുള്ളവർക്ക് പാർട്ടി നിങ്ങൾ കൊടുക്കുന്നതായിട്ട്, സെലിബ്രേഷൻ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ശാന്തമായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി ഉറപ്പായിട്ടും വരും. എന്തോ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം അത് സക്സസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇത്രയും നല്ലൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ മോട്ടീവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇത്രയും നല്ല ഒരു മാറ്റം എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കത് സെലിബ്രേറ്റ് ചെയ്തുകൂടാ? അങ്ങനെ നിങ്ങൾ ആ ഒരു മാറ്റത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ ആ ഒരു സപ്പോർട്ട്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പർപ്പിൾ കളറിൻ്റെ ആ ഒരു എനർജി പറയുന്നത് 7 ചക്ര ആക്ടിവേറ്റ് ആകും എന്നാണ് നിങ്ങളുടെ. ഇവിടെ 7 ചക്ര ആക്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ ഭയങ്കര ഹൈ ആയിരിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്തെങ്കിലും പറയും, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ത്രോ, ഇമേജ് ത്രോ വീണ്ടും ആ ഒരു കാര്യം തന്നെ നിങ്ങളെ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു കൺമുന്നിൽ കൊണ്ടുവരും. ഇതിലും നിങ്ങൾ കേട്ടില്ല എങ്കിൽ സ്വപ്നത്തിൽ ത്രൂ അതേ മെസ്സേജ് നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടും. വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ, ഇല്ല എങ്കിൽ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ മുന്നേ തന്നെ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഒരു അധ്യായം അവസാനിച്ചിട്ട് ഒരു അധ്യായം തുടങ്ങാൻ പോകുന്നതിനെ കുറിച്ചാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. അതായത് പഴയ ആ ഒരു പാറ്റേൺ ഏതെങ്കിലും രീതിയിൽ അവസാനിച്ചിട്ട് പുതിയ ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട്. അതായത് നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് സ്വന്തമായിട്ട് തന്നെ പരിവർത്തനം ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾ സ്വയം നോട്ടീസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ്. നിങ്ങൾ തന്നെ ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പരിവർത്തനമുണ്ടോ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.